പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഫിഷ് കറി വെച്ച് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റബീബ് എന്ന് പറയുന്ന മീൻ എവിടെ കിട്ടുന്നതാണ്. നമ്മുടെ ബട്ടർ ഫിഷോ അല്ലെങ്കിൽ മോതയോ എന്ത് മീൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ പുളിവെള്ളമില്ലേ, കുടംപുളി തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ചീനച്ചട്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇത് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മീൻകറിക്ക് പൊതുവെ നമ്മൾ ഇഞ്ചിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ അതിലേക്ക് അരപ്പുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള ഞാനിവിടെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമ്മളൊരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അത് നമ്മളുടെ മീനിൻ്റെ എത്രമാത്രം നമുക്ക് അതിൻ്റെ കളറ് വേണം കറിക്ക് അതനുസരിച്ചാണ് ചേർത്ത് കൊടുക്കാറ്. പിന്നെ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ഇനി ഇത് അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ചട്ടിക്ക് ഈ ചൂടുള്ളത് കൊണ്ട് തന്നെ അത് അതിൽ കിടന്ന് തന്നെ അത് റോസ്റ്റായി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് പുളിവെള്ളം, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച തിളച്ച പുളിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മീനിൽ ആ പുളി ഇറങ്ങി പിടിക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഈ മീൻകറിയുടെ നമ്മുടെ അരപ്പ് എത്രമാത്രം റെഡിയായി വരുന്നോ അതനുസരിച്ചാണ് മീൻകറിയുടെ ആ കളറ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, കാരണം ഇപ്പം മീനിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും. പിന്നെ അത് കുറേ നേരം എടുക്കും അത് വറ്റി വരാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും, ചില മീനിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ കണ്ടത് കുറച്ച് ഇപ്പോൾ മീനിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അല്പം ഒന്ന് പയ്യെ ഒന്ന് മീൻ എല്ലായിടത്തും ഒന്ന് ആ മീനിൻ്റെ അരപ്പൊക്കെ എത്തുന്നതിനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. കാരണം ഇതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കത്തില്ല, കാരണം മീൻ വെന്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ അതെല്ലാം യോജിച്ച് ചേർക്കുന്നത്. തീരെ വെള്ളം ഇല്ല എന്ന് കാണുവാണെങ്കിൽ നമ്മൾ അതിലേക്ക് തിളപ്പിച്ച വെള്ളം തന്നെ, നല്ലതായിട്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്പൂൺ കൊണ്ട് നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കരുത്, കാരണം മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ചട്ടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.